ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അത്ര അധികം ഫ്രഷൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം പിന്നെ കുറേ നാളായിട്ട് ഞാൻ കൂന്തൽ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് ഇതാ റൗണ്ടായിട്ടാണ് വെട്ടിയെടുത്തത്. അപ്പോൾ ഇത് ഞാൻ പകുതി കറി വെക്കാൻ വേണ്ടിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ്, പെപ്പർ ഫ്രൈ, കൂന്തൽ പെപ്പർ ഫ്രൈ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെക്കാല്ലേ. ഒരുപാട് സമയം വേവൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി വെച്ച് അതേ ചട്ടിയിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാല്ലേ. വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കേണ്ടത്. അതൊന്ന് വാടി വരുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ചും കൂടിയും പെപ്പർ പൊടിയും ഇടാല്ലേ. അതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂന്തലും കൂടിയും ചേർത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ പെപ്പർ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപാര ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കൂന്തൽ പെപ്പർ ഫ്രൈയും കൂന്തൽ മല്ലിയിട്ട് കുറച്ച് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കൂന്തൽ ഉണ്ടാക്കിയ ആ ഒരു ചട്ടിയിലേക്ക് ഇത്തിരി ചോറൊക്കെ ഇട്ട് കഴിക്കാൻ പോകുന്നതാണ്. നല്ല രസമല്ലേ ഇങ്ങനെ ചട്ടിയിൽ ചോറിട്ട് കഴിക്കുക. അപ്പോൾ അതും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂന്തൽ പെപ്പർ ഫ്രൈയും കൂന്തൽ കറിയും പിന്നെ എല്ലാം മീൻമയമായാലും ശരിയാവില്ലല്ലോ. അപ്പം കുറച്ച് പയറിൻ്റെ മെഴുക്ക് പുരട്ടിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇങ്ങനെയൊക്കെയാണ്. താങ്ക് യു.